നമസ്കാരം. കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1969 ജൂലൈ 20 മനുഷ്യൻ അപ്പോളോ 11 എന്ന ബഹിരാകാശ ദൗത്യം പൂർത്തീകരിച്ച് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മഹാസുദിനം. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ. ഈഗിൾ എന്ന ചന്ദ്രപേടകത്തിൽ പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് അവർ ഇറങ്ങിയത്. 21 മണിക്കൂർ 31 മിനിറ്റ് സമയം അവർ അവിടെ ചിലവഴിച്ചു. ജൂലൈ 24 അവർ സുരക്ഷിതരായി തിരിച്ചെത്തി. എന്നാൽ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്താത്ത ആ കാലത്തെ മാധ്യമങ്ങളും മാസികകളും അറിഞ്ഞുകൊണ്ട് വിസ്മരിച്ചു കളഞ്ഞ ഒരു സംഭവം ബഹിരാകാശത്ത് വെച്ച് അന്ന് സംഭവിച്ചു. എഡ്വിൻ ആൾഡ്രിൻ എന്ന ബഹിരാകാശ യാത്രികൻ ഏതാനും നിമിഷങ്ങൾക്ക് വേണ്ടി പുരോഹിതനായി മാറിയ അമൂല്യ സംഭവം. അവിടെ എത്തിച്ചേർന്ന അദ്ദേഹം ആദ്യമായി വായിച്ചത് തിരുവചനമായിരുന്നു. ആദ്യമായി ഭക്ഷിച്ചതും പാനം ചെയ്തതും തിരുവോസ്തിയും വീഞ്ഞും. പക്ഷേ ഈ കൃതജ്ഞതാബലിയെപ്പറ്റി ലോകമറിഞ്ഞത് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ആൾഡ്രിൻ തൻ്റെ പല വേദികളിലും ഈ സംഭവം പരാമർശിക്കുമ്പോൾ ഒട്ടുമിക്ക മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം ഈ സംഭവം ലോകമറിയാതിരിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആൾഡ്രിൻ തൻ്റെ ആത്മകഥയിൽ ഇത് എഴുതിയിരുന്നു. അതാകട്ടെ ലോക ശ്രദ്ധ നേടി. ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ കടന്നു വന്ന സാഹചര്യങ്ങളെയും കൂട്ടുകാരെയും വീട്ടുകാരെയും മാത്രമല്ല, ദൈവത്തെ പോലും തള്ളിപ്പറയുന്നവരാണ് നാം. ഉയരങ്ങളിലെത്തും തോറും ഭൂമിയിൽ കൂടുതൽ എളിമയും സ്നേഹവും നന്ദിയുമുള്ളവരായി ജീവിക്കുവാൻ ഈ സംഭവകഥ നമുക്ക് പ്രചോദനമാകട്ടെ. You on the ground. You got a bunch of guys about to turn blue. We're breathing again. ജൂലൈ 20 അപ്പോളോ 11 ചന്ദ്രോപരിതലത്തിലെത്തിയ സുദിനം. ലോകമൊന്നാകെ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ. Astronauts Neil Armstrong, Buzz Aldrin, and then finally Mike Collins, plus their suit technicians. We logged the departure from the building at about 6:27 a.m. Eastern Daylight Time. The train was 45 minutes, 55 seconds, and counting. As the prime crew for Apollo 11, astronauts Neil Armstrong, Michael Collins, and Edwin Aldrin are on the terminal part of their trip to the Five, 4, 3, 2, 1, 0. All engine running. Liftoff. We have a liftoff. 32 minutes past the hour. Liftoff on Apollo 11. രണ്ടര ലക്ഷം കിലോമീറ്റർ പിന്നിട്ട അതിവേഗ യാത്രയ്ക്കൊടുവിൽ
ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തുവാൻ ഇനിയും 1 മണിക്കൂർ മാത്രം ബാക്കി അവശേഷിക്കുന്നു. Capcom Bruce McCandless giving the report. Houston, thrusters go all engines. You're looking good. ചന്ദ്രോപരിതലവുമായി മനുഷ്യൻ പൊരുത്തപ്പെടുവാനെടുക്കുന്ന സമയമാണ് ഈ 1 മണിക്കൂർ. ലോക ജനത മുഴുവൻ പ്രാർത്ഥനാ നിമഗ്നരായി കൈകുപ്പിപ്പിടിച്ച് ശ്വാസമടക്കി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. 38 nautical miles. Capcom is now Charlie Duke, and Gene Kranz and his white team of flight controllers is preparing to take over the responsibility from Cliff Charlesworth's team. The PTC has started. Looks good to us, and we'll be ready to copy in a minute or two. Roger, Mike. We see it increasing now. The spacecraft will be placed in the passive thermal control mode. Will be rotated about its x-axis at a rate of about 3 revolutions per hour to maintain proper temperature balance within the spacecraft. Houston, you might be interested to out my first-hand window right now. I can observe the entire prop. Houston, go for undock. Roger, Houston, go for undocking. Program alarm. It's 1202. 1202. 1202, Jack, is that a radar? Well, 1202, that's not so. We didn't have this in the sound. What is it? Give us a reading. Houston, Tranquility Base here. The Eagle has landed. Roger, Tranquility. We copy you on the ground. Got a bunch of guys about to turn blue. We're breathing again. Be advised, there are lots of smiling faces in this room. അപ്പോളോ 11 ദൗത്യത്തിന്റെ സാരഥികളിൽ ഒരാളായ ആൽഡ്രിൻ ഒട്ടും മടിക്കാതെ ഒരു സന്ദേശം ഭൂമിയിലേക്ക് അയച്ചു. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ആരായാലും എവിടെ ആയാലും നിശബ്ദരായി പ്രാർത്ഥന നിരതരാകുക എന്നതായിരുന്നു ആ സന്ദേശം. പിന്നീട് അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു ബാഗ് പുറത്തെടുത്തു. ആ ബാഗിലുണ്ടായിരുന്നത് ഒരു വെള്ളിക്കാസയും ആശീർവദിച്ച തിരുവോസ്തിയും വീഞ്ഞും പിന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ബൈബിൾ വചനങ്ങളുമായിരുന്നു. എഡ്വിൻ ആൽഡ്രിൻ തൻ്റെ ഇടവക ദേവാലയത്തിലെ വികാരിയച്ഛനിൽ നിന്നും പ്രത്യേക അനുമതിയോടെ വാഴ്ത്തിയ തിരുവോസ്തിയും വീഞ്ഞുമായിരുന്നു അത്. അദ്ദേഹം താൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കാർഡെടുത്ത് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. അതിങ്ങനെയായിരുന്നു: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പിന്നീട് കാസയെടുത്ത് വാഴ്ത്തിയ വീഞ്ഞ് കാസയിലേക്കൊഴിച്ചു. ഭൂമിയിലേതിനേക്കാൾ 1/6 മാത്രം ഗുരുത്വാകർഷണ ശേഷിയുള്ള ചന്ദ്രനിൽ വീഞ്ഞ് കാസയിലേക്കൊഴിക്കുക പ്രയാസമായിരുന്നു. വാഴ്ത്തിയ തിരുവോസ്തിയും വീഞ്ഞും അദ്ദേഹം പ്രാർത്ഥനാപൂർവം ഉൾക്കൊണ്ടു. അദ്ദേഹം ഒരു നിമിഷം പുരോഹിതനായി മാറിയ അമൂല്യ മുഹൂർത്തം. അങ്ങനെ കൃതജ്ഞതാ ബലിക്കു ശേഷം അവർ ചന്ദ്രനിൽ കാലുകുത്തി. പക്ഷേ ഈ കൃതജ്ഞതാ ബലിയെപ്പറ്റി ലോകം അറിഞ്ഞത് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. ചില നിയമപ്രശ്നങ്ങൾ മൂലം ഈ വിവരം നാസ മൂടിവച്ചിരിക്കുകയായിരുന്നു. തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം തന്നെ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ആസ്ട്രോഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഏറ്റവും വിദ്യാസമ്പന്നനായ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇവിടം വരെ എത്തിച്ച ദൈവത്തെ ആദ്യം ഞാൻ വാഴ്ത്തി. ആ സമയത്ത് ദൈവത്തിന് നന്ദി പറയുക എന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ചിന്തയിലേക്ക് വന്നതേയില്ല. തുടർന്ന് ഞങ്ങൾ ദൗത്യം വിജയിക്കുവാൻ അവിടുത്തെ കൃപയാചിച്ച് പ്രാർത്ഥിച്ചു. ചന്ദ്രനിൽ ആദ്യം ഉച്ചരിക്കപ്പെട്ടത് തിരുവചനവും ആദ്യം ആഹാരമായത് തിരുവോസ്തിയുമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. തിരുവചനമെഴുതിയ കാർഡും കാസയും ഇന്നും ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാ വർഷവും ജൂലൈ 20 പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണ ചടങ്ങുകളും ഈ ദേവാലയത്തിൽ നടക്കുന്നു. മനുഷ്യർ എത്ര ഉയരത്തിലെത്തിയാലും തണലായി കൂട്ടുനിന്നവരെയും കടന്നുവന്ന വഴികളെയും കാത്തുപരിപാലിച്ച ദൈവത്തെയും ഉപേക്ഷിക്കരുതേ എന്ന സന്ദേശമാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്.